ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. നോമ്പ് സമയത്ത് ചെയ്തെടുക്കാൻ പറ്റി ഈസി ആയിട്ടുള്ള നല്ല സ്നാക്കാണ്. ബ്രെഡ് ചിക്കൻ മയോ ബോൾസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം ഈ ചാനൽ കാണുന്നെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ കാണുന്ന ഓപ്ഷൻസിൽ ടോപ്പിലുള്ള ഓൺലൈൻ ഓപ്ഷൻ ഇവിടെ മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്കിലേക്കുള്ള ഫില്ലിങ് ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. എന്നിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ക്യാബേജിൻ്റെ കാൽഭാഗം ചെറുതായിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പകുതി ചെറുതായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മയോനൈസ് ആണ്. നമുക്ക് ആവശ്യത്തിനുള്ള മയോനൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിന് വേണ്ടിയിട്ടുള്ള കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഓൾറെഡി മയോനൈസിലുള്ളത് കൊണ്ട് അത്ര വേണ്ടി വരില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ബ്രെഡിൻ്റെ സൈഡ് ചെറുതായിട്ട് ഇപ്പം നമ്മുടെ ബ്രെഡിൻ്റെ എല്ലാ സൈഡും കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ബോൾ ഷേപ്പിൽ നമ്മൾ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ബ്രെഡ് സ്ലൈസ് ഓരോന്ന് സാധാരണ പച്ചവെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം ബ്രെഡ് ഇങ്ങനെ ഇട്ട് വെക്കരുത്. ജസ്റ്റ് ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തിട്ട് അതിൽ വെള്ളം മാക്സിമം നമ്മൾ കൈകൊണ്ട് കളയുക. അപ്പോൾ മാക്സിമം നമ്മൾ കളയുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം ഇതിലേക്കുള്ള ഫില്ലിങ് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഫില്ലിങ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ സൈഡൊക്കെ നന്നായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ നല്ല ബോൾ നമ്മൾ സാധാരണ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മുട്ടയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം ഓരോന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇടരുത്. ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ഓയിൽ കുടിക്കും. അപ്പം ചെറുതായിട്ട് ഓയിൽ ചൂടായി കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഓയിലിന് മാറ്റാം. ഒരുപാട് ഡാർക്ക് ആവാൻ നിൽക്കേണ്ട. ചെറുതായിട്ട് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഓയിലിന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ടുള്ള ബ്രെഡ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അതൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് ചിക്കൻ മയോ ബോൾസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് റെസിപ്പിയാണിത്. അപ്പോൾ എന്തായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് ഇവിടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള നല്ല റമദാൻ സ്നാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ റെസിപ്പി കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ എന്തായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കണെ കൂടെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ബി കെയർഫുൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.